എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം. UAE-യിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് ദുബായിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫാസ്റ്റ് ഫുഡ് ശൃംഖലകളിൽ ഒന്നിലായാലോ? അങ്ങനെ ഒരു അവസരമാണ് നമ്മൾക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾ ഈ വീഡിയോയുടെ തമ്പനയിലിൽ കണ്ട പോലെ തന്നെ മെക്ഡൊണാൾഡ്സ് എന്ന ലോകോത്തര കമ്പനിയിലേക്കാണ് നമുക്ക് വേക്കൻസി വന്നിട്ടുള്ളത്. ദുബായിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരുപാടധികം പഠിപ്പ് കാര്യങ്ങളൊന്നും വേണ്ട, ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും വേണ്ട. അങ്ങനെ ഒരു വേക്കൻസിയാണ് ഇപ്പോൾ മെക്ഡൊണാൾഡ്സിലേക്ക് വന്നിട്ടുള്ളത്. നമുക്കറിയാം ഈ ഒരു ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ്. അതിനു മുന്നേ ഒരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നോക്കാം മെക്ഡൊണാൾഡ്സിലേക്ക് വന്നിട്ടുള്ള വേക്കൻസി എന്താണെന്നും അതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. അമേരിക്കൻ കമ്പനിയായ മെക്ഡൊണാൾഡ്സിലേക്ക് ദുബായിലേക്ക് നമുക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. മെക്ഡൊണാൾഡ്സിലേക്ക് വന്നിട്ടുള്ള വേക്കൻസി ക്രൂ മെമ്പർ പോസ്റ്റിലേക്കാണ്. അത്യാവശ്യം നമ്പർ ഓഫ് വേക്കൻസീസ് തന്നെ ക്രൂ മെമ്പർ എന്ന പോസ്റ്റിലേക്ക് നിലവിൽ മെക്ഡൊണാൾഡ്സിലേക്ക് ദുബായിലേക്കുണ്ട്. ദുബായ്ക്ക് പുറമെ UAE-യിലെ മറ്റു എമിറേറ്റ്സുകളിലേക്കും ഇവർ ആളുകളെ റിക്രൂട്ട് നിലവിൽ ചെയ്യുന്നുണ്ട്. മെക്ഡൊണാൾഡ്സിലേക്കുള്ള ഈ ക്രൂ മെമ്പർ എന്നൊരു പോസ്റ്റിലേക്ക് ജോബ് വരുന്നത് എന്തൊക്കെ ടൈപ്പ് ജോബുകളായിരിക്കും നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുക എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. കസ്റ്റമർ സർവീസ് ഉണ്ടായിരിക്കും, അതായത് ഓർഡർ ടേക്ക് ചെയ്യുക, മീൻസ് ഓർഡർ എടുക്കുക, അതിൻ്റെ കാര്യങ്ങളെല്ലാം കസ്റ്റമറോട് പറയുക, മീൻസ് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അവരോട് പറയുക, നല്ല രീതിയിൽ പെരുമാറുക. അതേപോലെ ഫുഡ് പ്രിപ്പറേഷൻ, അതായത് നിങ്ങൾ ഈ ഒരു ജോലിയിൽ ഫുഡ് പ്രിപ്പറേഷൻ ചെയ്യണം, ബർഗർ ഉൾപ്പെടെയുള്ള ബാക്കി ഫുഡ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റ് മെയിൻ്റനൻസ്, ക്ലീനിങ് ഉൾപ്പെടെയുള്ള ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ നല്ല രീതിയിൽ ടീം വർക്ക്, അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് വേണ്ടത്. അതേപോലെ തന്നെ ക്വാളിറ്റി കൺട്രോളിൽ മികച്ചു നിൽക്കുന്ന ആളുകളെയുമാണ് ഇവർക്ക് വേണ്ടത്. ഇത്ര കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇതിലേക്ക് സാലറി ഉൾപ്പെടെയുള്ള ബാക്കി കാര്യങ്ങളൊന്നും തന്നെ കമ്പനി അറിയിച്ചിട്ടില്ല. സാധാരണ മെക്ഡൊണാൾഡ്സിലേക്ക് UAE-യിലേക്ക് സർവീസ് ക്രൂ എന്നൊരു പോസ്റ്റിലേക്ക് പോകുമ്പോൾ അതിലേക്ക് സാലറി എന്ന് വരുന്നത് 1300 മുതൽ 1600 UAE ദിർഹം വരെയാണ്. ഓർക്കുക, 1300 UAE ദിർഹം മുതൽ 1600 UAE ദിർഹം വരെയാണ് സർവീസ് ക്രൂ അല്ലെങ്കിൽ ക്രൂ മെമ്പർ പോസ്റ്റിലേക്ക് സാധാരണ സാലറി ആയിട്ട് വരുന്നത്. സാലറി തീരുമാനിക്കേണ്ടത് കമ്പനി തന്നെയാണ്. അപ്പോൾ ഇൻ്റർവ്യൂ സമയത്തായിരിക്കും കമ്പനി കാര്യങ്ങളെല്ലാം തന്നെ പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് ക്രൂ മെമ്പർ പോസ്റ്റിലേക്ക് UAE-യിലേക്ക് മെക്ഡൊണാൾഡ്സിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. അവരുടെ ഒഫീഷ്യൽ സൈറ്റാണ്. അവിടെ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസി കാണാൻ കഴിയുന്നതാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ജോലിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, റെസ്പോൺസിബിലിറ്റീസും മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നതാണ്. അതെല്ലാം വായിച്ചു നോക്കി നിങ്ങൾ ഓക്കെ ആണെങ്കിൽ താഴെ അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണും. ആ ഒരു അപ്ലൈ എന്നൊരു ഓപ്ഷനിൽ കൊടുക്കുക. ശേഷം നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഇമെയിൽ ഐഡിയും പേരും പാസ്വേഡും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ശേഷം അത് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചോദിച്ചിട്ടുണ്ടാകും. നിങ്ങൾ പേര് ഉൾപ്പെടെയുള്ള നിങ്ങളെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ചോദിച്ചിട്ടുണ്ടാകും. അതൊന്ന് ഫില്ല് ചെയ്യുക. ശേഷം നിങ്ങളുടെ CV അവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അവിടെ നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്യുക. ശേഷം താഴെ സബ്മിറ്റ് എന്നൊരു ബട്ടൺ കാണും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഡോക്യുമെൻറ്റ് സെലക്ഷനിൽ നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ ഷുവറായിട്ടും മെക്ഡൊണാൾഡ്സിൻ്റെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് കോൾ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇമെയിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഇമെയിൽ തന്നെ CV-യിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്.